നമസ്തേ. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആദ്യഘട്ടം വിധി എഴുതി കനത്ത പോളിംഗ്. വോട്ട് രേഖപ്പെടുത്തിയത് 75%. ഉയർന്ന പോളിംഗ് ആലപ്പുഴയിൽ, കുറവ് തിരുവനന്തപുരത്ത്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, പല സ്ഥലങ്ങളിലും CPM-നെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവുമാണ്. കോൺഗ്രസ് പല സ്ഥലത്തും അപ്രസക്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അപ്രസക്തമായെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA അധികാരത്തിലെത്തുമെന്ന് ഒ രാജഗോപാൽ. NDA ഉജ്ജ്വല വിജയം നേടുമെന്ന് കുമ്മനം. കണ്ണൂരിൽ മുഖ്യമന്ത്രി പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് PK കൃഷ്ണദാസ്. സർക്കാരിനെതിരായ ജനവികാരമെന്ന് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കടത്തിലെ സ്പീക്കറുടെയും മന്ത്രിമാരുടെയും പങ്ക് തെരഞ്ഞെടുപ്പ് ദിവസം ചർച്ചയാക്കി BJPയും പ്രതിപക്ഷവും. സ്പീക്കർക്കും മന്ത്രിമാർക്കുമെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം. രണ്ടാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനം. ആവേശം നിറച്ച റോഡ് ഷോകൾ. നാളെ നിശബ്ദ പ്രചാരണം. വോട്ടെടുപ്പ് മറ്റന്നാൾ. പ്രതീക്ഷയോടെ മുന്നണികൾ. വോട്ടെടുപ്പിന് പിന്നാലെ തൊടുപുഴയിൽ CPM ലീഗ് സംഘർഷം. 7ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ CPM പ്രവർത്തകർ വീട് കയറി ആക്രമിച്ചെന്ന് UDF. സ്ഥലത്ത് സംഘർഷാവസ്ഥ. 2015 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് തിരുവനന്തപുരം നഗരസഭയിൽ പോളിംഗ് ശതമാനം കുറവാണെങ്കിലും മുന്നണികൾ ആത്മവിശ്വാസത്തിലാണ്. തിരുവനന്തപുരത്ത് BJP വ്യക്തമായും ഭൂരിപക്ഷം നേടുമെന്ന് ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് പറഞ്ഞു. 59.21% പോളിംഗാണ് തിരുവനന്തപുരം നഗരസഭയിൽ രേഖപ്പെടുത്തിയത്. നഗരസഭാ പരിധിയിൽ രാവിലെ മുതൽ തന്നെ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. ചില വാർഡുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് വൈകി. ആദ്യ മണിക്കൂറുകളിൽ മന്ദഗതിയിലായ പോളിംഗ് ഉച്ചയോടെ ഉയർന്നു. ഉച്ചയ്ക്ക് പലയിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിര അനുഭവപ്പെട്ടു. കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ വ്യത്യാസം മാത്രമാണ് പോളിംഗ് ശതമാനത്തിലുള്ളത്. നഗരസഭാ പരിധിയിലെ വോട്ടിംഗ് ശതമാനത്തിൽ രാഷ്ട്രീയ മുന്നണികൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. മുതിർന്ന പൗരന്മാരടക്കം രാവിലെ വോട്ട് ചെയ്യാനെത്തിയത് ശുഭസൂചനയാണ് നൽകുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പോളിംഗ് BJP ഗുണപരമായിരിക്കും. മാത്രവുമല്ല, സാധാരണ മുതിർന്ന പൗരന്മാരൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് വോട്ട് ചെയ്യാൻ വരുന്നത്. ഇപ്പോൾ അവരൊക്കെ രാവിലെ വന്നിട്ട് ആവേശോജ്വലമായ ഒരു പോളിംഗാണ് കണ്ടത്. അതൊരിക്കലും പിണറായി ഗവൺമെൻറ്റിനെ അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ ആകാൻ സാധ്യതയില്ല. അതൊക്കെ തന്നെ ഒരു സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയ്ക്ക് BJPക്ക് അനുഗുണമാകാനാണ് സാധ്യത. മഹാമാരിക്കിടയിലും പോളിംഗ് ശതമാനം ഇത്രയധികം ഉയർന്നതിൽ പൂർണ്ണ ആത്മവിശ്വാസമാണ് മറ്റു മുന്നണികളും പ്രകടിപ്പിക്കുന്നത്. അതേസമയം നഗരസഭാ പരിധിയിലെ കുന്നുകുഴി വാർഡിൽ കൊറോണ നിരീക്ഷണത്തിലുണ്ടായിരുന്നയാൾ വോട്ട് ചെയ്യാനെത്തി. PPE കിറ്റ് ധരിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇയാൾ വോട്ട് രേഖപ്പെടുത്തിയത്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ പ്രമുഖ നേതാക്കളിൽ മിക്കവരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തുമെന്ന് ഒ രാജഗോപാൽ MLA പറഞ്ഞു. BJPക്ക് അനുകൂല സാഹചര്യമാണെന്ന് മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഇടതുമുന്നണിക്ക് അനുകൂലമാണെന്ന് മന്ത്രി കടകംപള്ളിയും UDFന് അനുകൂലമെന്ന് K മുരളീധരൻ MPയും അവകാശപ്പെട്ടു. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സംസ്ഥാനത്തെ ആദ്യ തിരഞ്ഞെടുപ്പിൽ പ്രമുഖ നേതാക്കളിൽ മിക്കവരും രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തി. സിനിമാ താരവും MPയുമായ സുരേഷ് ഗോപി ശാസ്തമംഗലം RKD NSS സ്കൂളിലെ ബൂത്തിൽ രാവിലെ 7 തന്നെ വോട്ട് ചെയ്തു. ഇത്തവണ BJPക്ക് ശുഭപ്രതീക്ഷയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ശുഭ സൂചനയാണ്, ശുഭപ്രതീക്ഷയാണ്, ശുഭാപ്തി വിശ്വാസം. അതിൽ ഇത്രയും നാൾ പ്രവർത്തകർ നന്നായി പണിയെടുത്തു. നമുക്കെല്ലാ ഇലക്ഷനും നമ്മുടെ ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇത്തവണ ആ ശ്രമം വളരെ ശക്തമായി നടത്തിയിട്ടുണ്ട്. BJP മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ ഫോർട്ട് ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. BJPക്ക് അനുകൂല സാഹചര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ BJP NDA ഉജ്ജ്വല വിജയം നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. LDFനെയും UDFനെയും പുറന്തള്ളിക്കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾ രണ്ട് കൈയും ഉയർത്തി NDA സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ യാതൊരു സംശയവും വേണ്ട, NDA ഭരണം പിടിക്കുക തന്നെ ചെയ്യും. ഒരു നല്ല ഭരണം ഈ നഗരസഭയ്ക്കുണ്ടാകണം. ഒ രാജഗോപാൽ MLA പേരൂർക്കട UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി.
സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രി ഉന്നതന്റെ പേര് വെളിപ്പെടുത്താത്തത് ഭയമുള്ളതുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ പേര് പറയാൻ തയ്യാറില്ലെങ്കിൽ എൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവരായിരിക്കും, അതുകൊണ്ടായിരിക്കും ഭയം പറയാത്തത്. അതെ, മുഖ്യമന്ത്രി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരാശങ്കയും വേണ്ട, കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നായകൻ, നേതാവ്, ഞങ്ങളുടെ കപ്പിത്താൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്, അദ്ദേഹത്തെ മുൻനിർത്തിയാണ് യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷ മുന്നണി ക്യാമ്പയിൻ നടത്തുന്നത്. കെ മുരളീധരൻ MP ജവഹർനഗർ LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കേരളത്തിൽ UDF നേട്ടമുണ്ടാക്കുമെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം UDFന്റെ ഔദാര്യത്തിലാണ് LDF ഭരിച്ചത്. BJPയുമായി ഒരു തരത്തിലും സഖ്യമുണ്ടാക്കില്ല എന്ന ഞങ്ങളുടെ ദേശീയ നയം ഞങ്ങൾ 5 വർഷവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടപ്പാക്കി. BJP നേതാക്കളായ VV രാജേഷ്, അഡ്വക്കേറ്റ് S സുരേഷ്, JR പത്മകുമാർ, അഡ്വക്കേറ്റ് P സുധീർ, CPM നേതാക്കളായ S രാമചന്ദ്രൻ പിള്ള, MA ബേബി തുടങ്ങിയവരും തിരുവനന്തപുരത്തെ വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. അതേസമയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. പേര് വിട്ടുപോയത് പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയത് ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം 2015 നടത്തിയ ഈ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടി ഞങ്ങളുടെ വോട്ടർ പട്ടിക അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അന്ന് ഉണ്ടായിരുന്നു ഇല്ല എനിക്ക് അറിയില്ല, പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ പ്രാവശ്യം അവർ പ്രത്യേകം വോട്ടർ പട്ടികയാണ് തയ്യാറാക്കി. ഞങ്ങളുടെ വോട്ടർ പട്ടിക ഉപയോഗിച്ചിട്ടില്ല. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ 69.6% പോളിംഗ് രേഖപ്പെടുത്തിയത്. രാവിലെ മന്ദഗതിയിലായിരുന്ന പോളിംഗ് ഉച്ചയ്ക്ക് ശേഷമാണ് ഊർജിതമായത്. ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ശാന്തമായിരുന്നു. 71.9% 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ പോളിംഗ്. ഇക്കുറി ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 96.6% വോട്ടുകളാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 3281 ബൂത്തുകളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബാലരാമപുരം 7ാം വാർഡിലെ 2ാം ബൂത്തിൽ 6 തവണയാണ് വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയത്. കോർപ്പറേഷൻ പരിധിയിലും ചിലയിടങ്ങളിൽ രാവിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ തകരാറുകൾ കാണിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷന് പുറമെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറവായിരുന്നു. രാവിലെ മന്ദഗതിയിൽ ആരംഭിച്ച വോട്ടിംഗ് ഉച്ച കഴിഞ്ഞതിനു ശേഷമാണ് ജില്ലയിൽ ഊർജിതമായത്. കടലോര മേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ബാലരാമപുരത്തും നെയ്യാറ്റിൻകരയിലും നടന്ന ഒറ്റപ്പെട്ട അക്രമങ്ങൾ ഒഴിച്ചാൽ പൊതുവെ തെരഞ്ഞെടുപ്പ് ശാന്തമായിരുന്നു. പോത്തൻകോട് ഗ്രാമപഞ്ചായത്തിൽ ബാവറമ്പലം വാർഡിൽ കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നു. വയോധികനെ സഹായിക്കാനെന്ന വ്യാജേനെ ബൂത്തിലെത്തിയ DYFI പ്രവർത്തകൻ കള്ളവോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇറങ്ങി ഓടുകയായിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കോർപ്പറേഷൻ പരിധിയിലും വ്യാപകമായി കള്ളവോട്ട് നടന്നതായി ആക്ഷേപമുണ്ട്. ജനം, തിരുവനന്തപുരം. കൊല്ലത്ത് പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധന മുന്നണികളെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. ഉയർന്ന പോളിംഗ് ആർക്ക് ഗുണകരമാകും എന്നാണ് ആശങ്ക. ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കൊല്ലത്ത് പോളിംഗ് സമാധാനപരമായിരുന്നു. കൊല്ലത്ത് ചിലയിടങ്ങളിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത് ഇടത് വലത് മുന്നണികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. രാവിലെ മന്ദഗതിയിൽ തുടങ്ങിയ പോളിംഗ് പിന്നീട് വേഗത്തിലാവുകയായിരുന്നു. മുകേഷ് MLA കൊല്ലം പട്ടത്താനം സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ സ്ഥാനാർത്ഥിയും കൂടെ പോളിംഗ് ബൂത്തിലേക്ക് കയറിയതും വരി നിൽക്കാത്തതും യുവമോർച്ച പ്രവർത്തകരെ ചൊടിപ്പിച്ചു. ഇത് അല്പനേരം വാക്കേറ്റത്തിന് കാരണമായി. അതേസമയം സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങൾ സാധാരണക്കാർക്കിടയിൽ ഏശില്ലെന്ന് വോട്ട് ചെയ്തിറങ്ങിയ മുകേഷ് പ്രതികരിച്ചു. തീർച്ചയായിട്ടും ഇവിടെ പ്രത്യേകിച്ചും കൊല്ലത്ത് ചരിത്രം ആവർത്തിക്കും. ഇവിടെ LDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കേരളം സാക്ഷര കേരളമാണെന്ന് ഒരിക്കൽ കൂടി സന്ദേശം വരും. എന്തെല്ലാം ഇങ്ങനെ കള്ളങ്ങളും പുകമറയൊക്കെ സൃഷ്ടിച്ചാലും അത് കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും അത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കി തന്നെ വോട്ട് ചെയ്യണമെന്നാണ്. CPM ചിഹ്നം മുഖാവരണം ധരിച്ചെത്തിയ പോളിംഗ് ഉദ്യോഗസ്ഥയും മദ്യപിച്ച് ബൂത്തിലെത്തിയ ഉദ്യോഗസ്ഥനും നടപടി നേരിട്ടു. സ്ഥാനാർത്ഥിക്ക് നേരെ DYFI പ്രവർത്തകരുടെ ആക്രമണവും അങ്ങിങ്ങ് വോട്ടിംഗ് യന്ത്രം തകരാറിലായതും ഒഴിച്ചാൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. മന്ത്രിമാരായ മേഴ്സിക്കുട്ടിയമ്മ, K രാജു, NK പ്രേമേന്ദ്രൻ MP തുടങ്ങി പ്രമുഖരെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. അതെ, കൊല്ലത്ത് മികച്ച പോളിംഗ്. തങ്ങൾ ജയിക്കുമോ എന്നറിയാത്ത അങ്കലാപ്പിൽ സ്ഥാനാർത്ഥികളും. ക്യാമറാമാൻ ഹണി തങ്കപ്പനൊപ്പം ബിനു മുരളീധരൻ, ജനം, കൊല്ലം.
ഉച്ചവരെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ പത്തനംതിട്ട ജില്ലയിൽ ഉച്ചയ്ക്ക് ശേഷം വോട്ടിംഗ് മന്ദഗതിയിലാണ് പുരോഗമിച്ചത്. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കൊറോണ കാലത്തെ പുതിയ വോട്ടിംഗ് രീതിയോട് വോട്ടർമാരും മികച്ച രീതിയിലാണ് പ്രതികരിച്ചത്. രാവിലെ പോളിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് മുതൽ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനുകൾ കാത്തുനിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാമായിരുന്നു. ആ തിരക്ക് ഉച്ചവരെ നീണ്ടു. 1 മണിക്ക് മുൻപ് തന്നെ 50% വോട്ടുകൾ രേഖപ്പെടുത്തി. മികച്ച വോട്ടിംഗ് ശതമാനത്തിലേക്കാണ് പോളിംഗ് പുരോഗമിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന സൂചനയായിരുന്നു ഉച്ചവരെ ദൃശ്യമായത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വോട്ടിംഗ് മന്ദഗതിയിലായി. ഭൂരിഭാഗം പോളിംഗ് ബൂത്തുകളും 4 മണിയോടെ കാലിയായി. കൊറോണ രോഗവ്യാപന പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തും മുൻപ് വോട്ട് ചെയ്ത് മടങ്ങണമെന്ന വോട്ടർമാർ തീരുമാനിച്ചതാണ് ഉച്ചവരെ മികച്ച വോട്ടിംഗ് രേഖപ്പെടുത്തിയതിന്റെ പ്രധാന കാരണം. NDA ശക്തമായ മത്സരം കാഴ്ചവെച്ച പന്തളം നഗരസഭ, പെരുന്നാട് ഗ്രാമപഞ്ചായത്ത്, അയിരൂർ, തിരുവല്ല തുടങ്ങിയ മേഖലകളിലും താരതമ്യേന മികച്ച വോട്ടിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷാ മുറികളിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റി. രാവിലെ 7 മണിക്ക് തന്നെ 95% ബൂത്തുകളിലും പോളിംഗ് ആരംഭിച്ചിരുന്നു. 7 പഞ്ചായത്തുകളിലായി 21 കൺട്രോൾ യൂണിറ്റുകളും 68 ബാലറ്റ് യൂണിറ്റുകളും തകരാറിലായത് ഇടയ്ക്ക് വോട്ടിങ്ങിനെ ബാധിച്ചിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് മുൻപ് തകരാറുകൾ മുഴുവൻ പരിഹരിച്ച വോട്ടിംഗ് പുനരാരംഭിക്കാൻ കഴിഞ്ഞു. റാന്നി നാറാണമൂഴിയിൽ വോട്ട് ചെയ്യാനെത്തിയ വൃദ്ധൻ കുഴഞ്ഞു വീണ് മരിച്ചതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ പത്തനംതിട്ട ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കൊറോണ കാലത്തെ പുതിയ വോട്ടിംഗ് രീതിയോട് വോട്ടർമാരും മികച്ച രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. കൊറോണ രോഗികൾക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും വോട്ട് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യങ്ങളും പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിരുന്നു. ജനം, പത്തനംതിട്ട. ആലപ്പുഴ ജില്ലയിൽ പോളിംഗ് 77% പിന്നിട്ടു. അതേസമയം പോളിംഗ് ശതമാനം വർദ്ധിച്ചത് അനുകൂലമെന്ന വാദമാണ് 3 മുന്നണികളും ഉയർത്തുന്നത്. നഗരസഭകളിൽ ചേർത്തലയും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ തൈക്കാട്ടുശ്ശേരിയും പഞ്ചായത്തുകളിൽ കഞ്ഞിക്കുഴിയുമാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ. ത്രികോണ മത്സരത്തിന്റെ ആവേശം വോട്ടർമാർ ഏറ്റെടുത്തതോടെ ശക്തമായ പോളിംഗാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായത്. തീരദേശ മേഖലയിലും കുട്ടനാട് അടക്കമുള്ള കാർഷിക മേഖലയിലും നല്ല പോളിംഗ് ഉണ്ടായി. NDA പ്രതീക്ഷ പുലർത്തുന്ന മേഖലകളിൽ വോട്ടിംഗ് കൂടിയത് മറ്റ് 2 മുന്നണികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. മന്ത്രിമാരായ G. സുധാകരൻ, തോമസ് ഐസക്, P. തിലോത്തമൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MP-മാരായ KC വേണുഗോപാൽ, AM ആരിഫ്, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, PDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി, കോൺഗ്രസ് നേതാവ് വയലാർ രവി, ചലച്ചിത്ര സംവിധായകൻ ഫാസിൽ തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. VS അച്യുതാനന്ദൻ ഇക്കുറി വോട്ട് ചെയ്തില്ല. ആദ്യമായാണ് അദ്ദേഹം വോട്ടിങ്ങിന് എത്താതിരിക്കുന്നത്. ഇതേസമയം ആര്യാട് വാർഡിൽ ഇരട്ട വോട്ട് നടന്നതും വിവിധയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതും തർക്കങ്ങൾക്ക് ഇടയാക്കി. കാർത്തിയപ്പള്ളി പഞ്ചായത്ത് 9-ാം വാർഡിൽ വോട്ട് ചെയ്യാനെത്തിയാൽ ബൂത്തിൽ കുഴഞ്ഞു വീണു മരിച്ചു. കാർത്തിയപ്പള്ളി മഹാദേവികാട് സ്വദേശി ബാലനാണ് മരിച്ചത്. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും ചേർത്തല നഗരസഭയും കഞ്ഞിക്കുഴി പഞ്ചായത്തുമാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ. ജനം, ആലപ്പുഴ. കേരള കോൺഗ്രസുകളുടെ നേർക്കുനേർ പോരാട്ടം നടന്ന ഇടുക്കിയിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. 75%-ഓളം ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയതായാണ് കണക്ക്. ജില്ലയിൽ വാശിയേറിയ ത്രികോണ മത്സരം നടന്ന തൊടുപുഴയിലാണ് കൂടുതൽ പേർ വോട്ട് ചെയ്യാനെത്തിയത്. ഹൈറേഞ്ച് മേഖലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും 70%-ലധികം വോട്ട് രേഖപ്പെടുത്തി. വാശിയേറിയ മത്സരം നടന്ന ഇടുക്കിയിൽ പൊതുവെ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. കൊറോണ ഉയർത്തിയ വെല്ലുവിളികളെ മറികടന്ന് ജനങ്ങൾ വോട്ട് ചെയ്യാനെത്തി. 74.29% പോളിംഗാണ് ജില്ലയിൽ ആകെ രേഖപ്പെടുത്തിയത്. 84.58% രേഖപ്പെടുത്തിയ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലാണ് കൂടുതൽ പേർ വോട്ട് ചെയ്യാനെത്തിയത്. അതിരാവിലെ തന്നെ വോട്ടർമാർ ബൂത്തുകളിലെത്തി കാത്തുനിന്നു. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും ചിലയിടങ്ങളിൽ അത് ലംഘിക്കപ്പെട്ടു. തൊടുപുഴ കുമ്മങ്കലിലെ പോളിംഗ് ബൂത്തിൽ കൂട്ടം കൂടിയ UDF LDF പ്രവർത്തകരെ പോലീസ് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. കുഞ്ചിത്തണ്ണി 20 ഏക്കറിൽ വൈദ്യുതി മന്ത്രി MM മണിയും PJ ജോസഫ് MLA പുറപ്പുഴയിലും വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പിന്റെ അവസാന സമയം കൊറോണ ബാധിതർ വിവിധ ബൂത്തുകളിൽ നിർദ്ദേശങ്ങൾ പാലിച്ച് വോട്ട് രേഖപ്പെടുത്തി. എന്നാൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കാത്തതിനാൽ കൊറോണ ബാധിതരായ പലർക്കും വോട്ടവകാശം നിഷേധിക്കപ്പെട്ടതായി വ്യാപകമായി പരാതി ഉയർന്നിട്ടുണ്ട്. വാശിയേറിയ പോരാട്ടത്തിനൊപ്പം കൊറോണ ഉയർത്തുന്ന വെല്ലുവിളികളെ മറികടന്ന് ഇടുക്കിയിൽ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി അന്തിമ ഫലത്തിനായുള്ള കാത്തിരിപ്പ്. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ അനൂപ് നായർക്കൊപ്പം അങ്കുഷ് കുമാർ, ജനം. വയനാട് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ടോടെ സമാപിച്ചു. ജില്ലയിൽ കൊറോണ ബാധിതർ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൊറോണ മാനദണ്ഡം കർശനമായി പാലിക്കണമെന്നും ജില്ലാ കളക്ടർ
ആവശ്യപ്പെട്ടു. വയനാട് ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഡിസംബർ 9 രാവിലെ മുതൽ നടക്കും. അതത് വരണാധികാരികളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 7 വിതരണ കേന്ദ്രങ്ങളിൽ നിന്നാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുക. ഓരോ ബ്ലോക്കിനും ഓരോ നഗരസഭയ്ക്കും ഓരോ വിതരണ കേന്ദ്രമാണ് സജ്ജീകരിച്ചത്. പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൊട്ടിക്കലാശവും നടന്നു. ജില്ലയിൽ 23 ഗ്രാമപഞ്ചായത്തുകളുടെ 413 വാർഡുകളിലേക്കും 3 നഗരസഭകളുടെ 99 ഡിവിഷനുകളിലേക്കും 4 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ 54 ഡിവിഷനുകളിലേക്കും വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ 16 ഡിവിഷനുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1857 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 869 പുരുഷന്മാരും 988 വനിതകളും. ഗ്രാമപഞ്ചായത്തിലേക്ക് 1308 പേരും നഗരസഭയിലേക്ക് 323 പേരും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 171 പേരും ജില്ലാ പഞ്ചായത്തിലേക്ക് 55 പേരും ജനവിധി തേടുന്നുണ്ട്. 737 പേരാണ് ജനറൽ വാർഡുകളിൽ മത്സര രംഗത്തുള്ളത്. സംവരണ വിഭാഗത്തിൽ 1120 പേര് മത്സരിക്കുന്നു. വനിതാ സംവരണ വിഭാഗത്തിൽ 745 സ്ഥാനാർത്ഥികളും പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളിൽ 138 പേരും പട്ടികജാതി സംവരണ വാർഡുകളിൽ 59 പേരും പട്ടികജാതി വനിതാ സംവരണ മണ്ഡലങ്ങളിൽ 8ഉം പട്ടികവർഗം വനിതാ സംവരണ വിഭാഗത്തിൽ 170 പേർ മത്സര രംഗത്തുണ്ട്. ജില്ലയിലെ 152 പ്രശ്നബാധിത ബൂത്തുകളിൽ 69 ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തും. വെബ്കാസ്റ്റിംഗ് നടത്തുവാൻ സാങ്കേതിക തടസ്സമുള്ള 83 പ്രശ്നബാധിത ബൂത്തുകളിൽ വീഡിയോഗ്രാഫിയും നടത്തും. ജനം, വയനാട്. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന കോട്ടയത്ത് മത്സരത്തിന്റെ ആവേശം അതേപടി നിലനിർത്തുന്നതായിരുന്നു കൊട്ടിക്കലാശം. കൊറോണ നിയന്ത്രണങ്ങളുടെ ഭാഗമായി വാർഡ് തലത്തിലായിരുന്നു മുന്നണികളുടെ അവസാന നിമിഷത്തെ പരസ്യ പ്രചാരണം. ആഘോഷങ്ങൾക്കുപരിയായി പരമാവധി വോട്ടർമാരെ കാണാനാണ് ഭൂരിഭാഗം പേരും ഇന്ന് ശ്രമിച്ചത്. ഒരു മാസം നീണ്ടുനിന്ന ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് കോട്ടയത്ത് സമാപനം. പരമാവധി വോട്ടുറപ്പിച്ചും വോട്ട് ചോർച്ച തടഞ്ഞും പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞും നാളെ നിശബ്ദ പ്രചരണത്തിലേക്കാകും മുന്നണികൾ. കൊറോണ മാനദണ്ഡങ്ങൾ ഉള്ളതിനാൽ വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കോട്ടയം ജില്ലയിലെ എല്ലാ മുന്നണികളുടെയും കൊട്ടിക്കലാശം. ശക്തി തെളിയിക്കുന്നതിനുപരിയായി ഒരു വട്ടം കൂടി സമ്മതിദായകരെ കാണാനാണ് ഏവരും ശ്രമിച്ചത്. പഴയ കുമാരനെല്ലി പഞ്ചായത്തിലെ തൊട്ടടുത്തായ 5, 6, 7, 8 വാർഡുകൾ എന്താണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും. ആ ഭരണം കൊണ്ട് കോട്ടയം മുനിസിപ്പാലിറ്റികൾ പിടിച്ചെടുക്കാൻ സാധിക്കും. പ്രവചനാതീതമായ കടുത്ത ത്രികോണ മത്സരമാണ് കോട്ടയത്ത് ഇക്കുറി നടക്കുന്നത്. 3 മുന്നണികളും ഒരുപോലെ ശക്തരും കരുത്തരുമായ സ്ഥാനാർത്ഥികളെയാണ് ഇറക്കിയിരിക്കുന്നത്. കേരള കോൺഗ്രസുകളുടെ ബലപരീക്ഷണം കൂടിയാണ് ഇക്കുറിയുള്ള തെരഞ്ഞെടുപ്പ്. ചുരുക്കി പറഞ്ഞാൽ ജോസഫ് വിഭാഗങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാകും ഇത്. എന്തായാലും അവസാന വട്ടവും 3 മുന്നണികളും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. അവസാന ലാപ്പിൽ മുന്നേറാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇടത് വലത് മുന്നണികളും NDAയും. ജനം, കോട്ടയം. കൊറോണ നിയന്ത്രണങ്ങളിലും ശക്തി തെളിയിച്ച് തൃശൂരിൽ കൊട്ടിക്കലാശം. തൃശൂർ കോർപ്പറേഷനിലടക്കം അട്ടിമറി വിജയം നേടുമെന്ന് NDA പറയുന്നു. 2010 ആവർത്തിക്കും എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. വലിയ ആഘോഷങ്ങളില്ല എങ്കിലും പരിമിതികളിലും ശക്തി തെളിയിച്ചു മുന്നണികൾ. മാസങ്ങളുടെ പ്രയത്നത്തിന് കൊട്ടിക്കലാശമായി. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇടതു മേധാവിത്വം ഇത്തവണ തകർക്കുമെന്നാണ് BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതീക്ഷ. കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇത്തവണ തൃശൂർ കോർപ്പറേഷനിൽ BJP ഭരണത്തിൽ വരും. കോർപ്പറേഷൻ പിടിക്കാൻ രംഗത്തിറങ്ങിയ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ വലിയ ആത്മവിശ്വാസത്തിൽ. മോദിജിയുടെ വികസന പദ്ധതികൾ ഈ ഡിവിഷനിൽ, ഈ കോർപ്പറേഷനിൽ, ഈ കേരളത്തിൽ കൊണ്ടുവരാൻ BJPയോടൊപ്പം അണിചേരാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ്. അതാണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പറയുന്നത്, ഞങ്ങളുടെ വോട്ട് മോദിജിക്കാണ്. ജില്ലയിലെ എല്ലാ നഗരസഭകളിലും ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമുണ്ടാകുമെന്ന സൂചനകളാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിലും വ്യക്തമാകുന്നത്. തീരദേശ മേഖലകളിൽ അടിയൊഴുക്ക് വ്യക്തം. ഗ്രാമപഞ്ചായത്തുകളും പ്രവചനാതീതമാണ്. വോട്ടുറപ്പിക്കാൻ മുന്നണികൾക്ക് ഇനി ഏറ്റവും നിർണായകമായ അവസാന ദിനം മാത്രം ബാക്കി. ജനം, തൃശൂർ.
കൊച്ചിയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണി. എറണാകുളം ജില്ലയിൽ UDFന്റെ പ്രാതിനിധ്യം ഒരിക്കൽ കൂടി തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് ഹൈബീഡൻ MP പറയുന്നു. പ്രാദേശിക തലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തിക്കുമെന്ന് കോർപ്പറേഷൻ 3-ാം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി രജീഷ് പറഞ്ഞു. ഡിവിഷൻ ചുറ്റിയുള്ള പദയാത്രയോടെയാണ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം നടന്നത്. കൊച്ചി കോർപ്പറേഷൻ 3-ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രജീഷിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. രജീഷിൻ്റെ പ്രചരണ പരിപാടികൾ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. രജീഷിനൊപ്പം ഇപ്പോഴുള്ളത് MP ഹൈബീഡനാണ്. നമുക്ക് MP ഹൈബീഡിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഈ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3-ാം തവണയും ഹാട്രിക് നേടും. വിവിധ ഡിവിഷനുകളിൽ ജില്ലാ പഞ്ചായത്ത് അടക്കം അല്ലെങ്കിൽ 3 സ്ഥലങ്ങളിൽ ഡിവിഷനിൽ ഹാട്രിക് നേടാനുള്ള വിജയം തന്നെയാണ്. എറണാകുളത്ത് UDFന്റെ കരുത്ത് വീണ്ടും ഞങ്ങൾ തെളിയിക്കും. അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. സർക്കാരിനെതിരെ ശക്തമായ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വികസനകാംക്ഷികളായിട്ടുള്ള എറണാകുളത്തെ ആളുകൾ UDFന് വീണ്ടും വോട്ട് രേഖപ്പെടുത്തും. പുതുമുഖ സ്ഥാനാർത്ഥികളും ചെറുപ്പക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ ജയത്തിൻ്റെ മാറ്റു കൂട്ടും. ഇതിനോടകം തന്നെ പ്രചരണ വിഷയങ്ങളിൽ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? അല്ല, സർക്കാരിനെതിരെ മാധ്യമങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും പൊതുവെ ഒരു വികാരമുണ്ട്. ഇന്നത്തെ തെക്കൻ ജില്ലകളിലെ പോളിംഗ് സൂചിപ്പിക്കുന്നത്, കനത്ത പോളിംഗ് സൂചിപ്പിക്കുന്നത് UDFന് അനുകൂലമായൊരു ട്രെൻഡാണ്. അതിൽ ഞങ്ങൾ വിജയിക്കും തന്നെ ഞങ്ങൾക്ക് തികഞ്ഞ വിശ്വാസമുണ്ട്. കോർപ്പറേഷനിൽ ഒരു പരിധിവരെ വികസന പദ്ധതികളിൽ മേൽക്കൈ നേടാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലും അവസാന ലാപ്പിലേക്ക് വന്നപ്പോൾ കുറേയേറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി മാറും എന്നാണ് വിശ്വാസം. ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? 100% വിജയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ 2 ടേമും നമ്മൾ ഇവിടെ വിജയിച്ചൊരു സീറ്റാണ്. ജയപ്രതീക്ഷ 100%. ഈ ആളുകൾക്കിടയിൽ ഒരു പ്രചരണമായി എത്തിയപ്പോൾ ഇപ്പോൾ അവസാന ദിവസത്തേക്ക് എത്തിയിരിക്കുകയാണ് പ്രചാരണം. അപ്പോൾ ആ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? നേരത്തെ തന്നെ കോർപ്പറേഷനെതിരെ പല ആരോപണങ്ങളുണ്ടെങ്കിലും കോർപ്പറേഷൻ ഭരിക്കുന്നത് UDF തന്നെയാണ്. ഈ ഡിവിഷനെ സംബന്ധിച്ച് ഈ ഡിവിഷനിൽ വികസന പ്രവർത്തനം നടന്ന ഡിവിഷനായതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. അതുതന്നെയാണ് ഭരണം വീണ്ടും നിലനിർത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് UDF പ്രചരണം അവസാന ദിവസത്തിലേക്കും എത്തിച്ചിരിക്കുന്നത്. ആളുകൾക്കിടയിൽ കൂടുതലായി ഇറങ്ങി നിന്നുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടികൾക്കാണ് നേരത്തെ മുതൽ തന്നെ UDF നേതൃത്വം നൽകിയിരിക്കുന്നത്. അത് ഇപ്പോൾ അവസാന ദിവസവും വളരെ വിശാലമായി തന്നെ UDFന്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ആഞ്ജനേയ ആദർശിനൊപ്പം രജിത് കുമാർ, ജനം. വോട്ടെടുപ്പിന് പിന്നാലെ തൊടുപുഴയിൽ CPM ലീഗ് സംഘർഷം. നഗരസഭയിൽ 7-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയുടെ വീട് കയറി CPM പ്രവർത്തകർ ആക്രമിച്ചതായാണ് UDF ആരോപണം. 10ഓളം വരുന്ന CPM പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത് എന്നാണ് ആരോപണം. പരാജയഭീതിയിൽ CPM ആക്രമണം അഴിച്ചുവിടുകയാണെന്നും UDF പറയുന്നു. ആക്രമണത്തിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും പരിക്കുണ്ട്. ആണുങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ കടിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയപ്പം അവന്മാർ ഒരു 3 വണ്ടിക്ക് ആൾ വന്നിട്ട് അങ്ങ് കൈ ചൂണ്ടി ആണുങ്ങൾക്കിടെ നേരെ വന്നു. നിങ്ങളെല്ലാം വീട്ടിൽ കയറിയിരിക്കുകയാണോ എന്തോ ചോദിച്ച് ബഹളമായി. എന്നിട്ടും അടിച്ചു. എന്നിട്ട് മോൻ്റെ തലയിലേക്ക് കസേര എടുത്തിരുന്നു. കുറച്ച് പേര് ആശുപത്രിയിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.